കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലെ കോബ്ര ഹൗസാണ് ഈ കാണുന്നത്. 1982 ഈ പാമ്പ് വളർത്തൽ കേന്ദ്രം ആരംഭിച്ചത്. 1964 ഒരു വിഷചികിത്സാ കേന്ദ്രമായിട്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. പാമ്പ് കടിയേറ്റ് വീഴുന്ന മനുഷ്യർക്ക് വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികൾ നൽകി പോന്നിരുന്നു. പാമ്പുകളെയും മുതലകളെയും മറ്റുരകങ്ങളെയും പക്ഷികളെയും അതിൻ്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിലാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. ഇത് രാജവെമ്പാലയുടെ കൂടാണ്. രാജവെമ്പാലയെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ആ കൂടിൻ്റെ ആ മൂലയിലാണ് ഈ രാജവെമ്പാല ചുരുണ്ട് കിടക്കുന്നത്. കേരളത്തിൽ പറശ്ശിനിക്കടവ് കൂടാതെ മലമ്പുഴ സ്നേക്ക് പാർക്കിലും അതുപോലെ തന്നെ തിരുവനന്തപുരം സൂവിലും രാജവെമ്പാലയെ നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരം മൃഗശാലയിലെ ഒരു ജീവനക്കാരൻ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചിരുന്നു. വളരെ അപൂർവമായിട്ടാണ് മനുഷ്യർക്ക് ഈ രാജവെമ്പാലയുടെ കടിയേക്കുന്നത്. വളരെ വിശാലമായ കൂടാണ്. അതിന് ഉള്ളിൽ ഒരു ചെറിയ കുളമുണ്ട്. രാജവെമ്പാലയുടെ സ്വൈരവിഹാരം സുഗമമായി നടക്കുന്ന രീതിയിലാണ് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. മലമ്പുഴ സ്നേക്ക് പാർക്കിനേക്കാളും വളരെ വലിയ പാമ്പ് വളർത്തൽ കേന്ദ്രമാണ് പറശ്ശിനിക്കടവിലേത്.